വട്ടിയൂർക്കാവിൽ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വപ്നമായിരുന്നു വികസനം. മുൻ MLA VK പ്രശാന്തിന്റെ നേതൃത്വത്തിൽ വികസനം എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഒരു 7 വർഷത്തോളമായി വലിയ രീതിയിലുള്ള പ്രഹസനങ്ങൾ നടന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. റോഡ് സൈഡിലുള്ള ചില മതിലുകൾ മാത്രം ഇടിച്ച് മാറ്റി ഒന്ന് കെട്ടിയെന്നല്ലാതെ മറ്റു രീതിയിലുള്ള ഒരു വികസനം ഒന്നും തന്നെ ഉണ്ടായില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനം. നിലവിൽ വോട്ടുകൾ കിട്ടാൻ വേണ്ടി കെ മുരളീധരൻ വട്ടിയൂർക്കാവ് മുസ്ലിം ജമാഅത്തിന് മുന്നിൽ മുട്ടിടിച്ചു നിൽക്കുന്നു, അല്ലെങ്കിൽ അവരുടെ മുന്നിൽ നട്ടല് വളച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. കാരണം ആ വട്ടിയൂർക്കാവ് ജംഗ്ഷനിലേക്ക് വരുമ്പോൾ വലിയ രീതിയിൽ അപകടമായി നിൽക്കുന്ന ഒരു മതില് എന്ന് പറയുന്നത് വട്ടിയൂർക്കാവ് ജമാഅത്ത് ഇസ്ലാമിയുടെ ആ മുസ്ലിം പള്ളിയിലെ മതിലാണ്. ആ മതിലൊന്ന് ഇടിച്ച് കയറ്റിക്കെട്ടിയാൽ ഒരു 80% അപകടവും അവിടെ ഒഴിവാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പക്ഷേ ആ മതില് ഇടിച്ച് കെട്ടാൻ ആ മുസ്ലിം കമ്മിറ്റിക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. 4 വോട്ടുകൾ കിട്ടാൻ വേണ്ടി വട്ടിയൂർക്കാവ് ഇപ്പോഴത്തെ MLA ആയ കെ മുരളീധരൻ ആ വികസനം എന്നത് നശിപ്പിച്ച് തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. ആ ജനങ്ങളുടെ ആ വികസനം എന്ന സ്വപ്നത്തിലാണ് ഒരു കൈ കടത്താനായിട്ട്, അല്ലെങ്കിൽ അതിനെ തകർത്ത് തരിപ്പണമാക്കാനായിട്ട് കെ മുരളീധരൻ ഒരു ശ്രമം നടത്തിയത്. വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനത്തിനായി ക്ഷേത്രത്തിന്റെയും ചർച്ചിന്റെയും വസ്തു ഏറ്റെടുത്തും നിർമ്മിച്ചിരുന്ന ആരാധനാലയങ്ങളുടെ ഭാഗങ്ങളും ചുറ്റുമതിലും നീക്കം ചെയ്തും നടപടികൾ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. എന്നാൽ വട്ടിയൂർക്കാവ് മുസ്ലിം ജമാഅത്തിന് മുന്നിൽ അവിടെ എത്തിയപ്പോഴാണ് കെ മുരളീധരൻ ആകെ പേടിച്ച് മുട്ടടിച്ചു നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ പള്ളി കമ്മിറ്റി ഭാരവാഹികളുമായി നടത്തിയ രഹസ്യ ഉടമ്പടിയെ തുടർന്നാണ് വട്ടിയൂർക്കാവ് ജംഗ്ഷന്റെ വികസനം ഇപ്പോൾ തടസ്സപ്പെട്ടു നിൽക്കുന്നത്. നടപടിയുമായി സ്ഥലം MLAയും മന്ത്രിയുമായ കെ മുരളീധരൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. പക്ഷേ അതായത് വട്ടിയൂർക്കാവ് മുസ്ലിം പള്ളിയിലെ മതിലുകളൊന്നും ഇടിച്ചു മാറ്റാതെ തരത്തിലുള്ള ഒരു വികസനം കൊണ്ടുവരാനാണ് കെ മുരളീധരൻ ഇപ്പോൾ ഒരു നീക്കം നടത്തുന്നത്. വട്ടിയൂർക്കാവ് വികസനവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിന്റെ മതിലുകളെല്ലാം തന്നെ ഇടിച്ച് തകർത്ത് കളഞ്ഞു. അവിടെ ക്രിസ്ത്യൻ പള്ളികളുടെ മതിലെല്ലാം ഇടിച്ച് തകർത്ത് കളഞ്ഞു. അപ്പോൾ എന്തുകൊണ്ട് മുസ്ലിം പള്ളികൾക്ക് മാത്രം അവര് മാത്രം എന്തുകൊണ്ട് സഹകരിക്കുന്നില്ല എന്ന ചോദ്യമാണ് വട്ടിയൂർക്കാവിലെ ജനങ്ങൾ തന്നെ ഇപ്പോൾ ഉയർത്തുന്നത്. വികസനത്തെ അനുകൂലിക്കുന്ന മുസ്ലിങ്ങളെ തള്ളിക്കൊണ്ടാണ് തീവ്ര ചിന്താഗതിക്കാരുടെ പിന്തുണയ്ക്കായി വട്ടിയൂർക്കാവ് വികസനത്തിന് തുരങ്കം വയ്ക്കുന്നത്. അവിടുത്തെ നാനാമതസ്ഥർ എല്ലാവരും ഇപ്പോൾ ചില മുസ്ലിംകാർ പറയുന്നത് വട്ടിയൂർക്കാവ് മുസ്ലിം പള്ളിയുടെ വികസനത്തിന്, അല്ലെങ്കിൽ ആ വട്ടിയൂർക്കാവ് റോഡിന്റെ വികസനത്തിൽ അവരും താല്പര്യമാണ് എങ്കിൽ അവർക്ക് താല്പര്യമാണ് ആ മുസ്ലിം പള്ളിയുടെ മതിൽ ഒന്ന് ഇടിച്ച് കയറ്റിക്കെട്ടാൻ ചില മുസ്ലിം വ്യക്തികൾക്കൊക്കെ താല്പര്യമാണ്. പക്ഷേ തീവ്ര ചിന്താഗതിക്കാരായ മുസ്ലിങ്ങൾക്ക് മാത്രമാണ് ആ വട്ടിയൂർക്കാവ് പള്ളിയുടെ മതിൽ ഇടിച്ചു കെട്ടുന്നതിൽ അവർ വലിയ രീതിയിലുള്ള ഒരു ദേഷ്യം, അല്ലെങ്കിൽ വലിയ രീതിയിൽ അവർ നീരസം പ്രകടിപ്പിക്കുന്നത്. വസ്തു ഏറ്റെടുക്കലും നഷ്ടപരിഹാരം നൽകലും ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷമാണ് അലൈൻമെന്റ് മാറ്റണമെന്ന പേരിൽ ജമാഅത്ത് കമ്മിറ്റിയെ സുഖിപ്പിക്കാൻ കെ മുരളീധരന്റെ ഒരു നടപടി. വസ്തു ഏറ്റെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പുനർനിർമ്മിച്ച വ്യാപാര കേന്ദ്രങ്ങൾ ഉൾപ്പെടെ പൊളിച്ചു നീക്കാനുള്ള പദ്ധതിയായാണ് മന്ത്രിയും ജമാഅത്ത് ഭാരവാഹികളും ചേർന്ന് ഒരുക്കിയതെന്നാണ് സൂചന. ജമാഅത്തിന്റെ മതിൽക്കെട്ട് സന്ദർശിക്കാൻ എതിർവശത്തുള്ള നഗരസഭ ഷോപ്പിംഗ് കോംപ്ലക്സ് അപ്പാടെ പൊളിച്ചു നീക്കണമെന്നാണ് മന്ത്രി പള്ളി ഭാരവാഹികൾക്ക് നൽകിയ രഹസ്യമായ ഒരു ഉറപ്പ്. ഇതിനായി കഴിഞ്ഞ ദിവസം നഗരസഭ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന 10ഓളം കടകളിൽ അതിക്രമിച്ചു കയറി അളവെടുത്ത് അടയാളം ചെയ്യുകയാണ് ഉണ്ടായത്. ഇതോടെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന വ്യാപാരികൾ കടുത്ത ആശങ്കയിലാണ്. റോഡിന് മധ്യഭാഗത്ത് നിന്നും ഇരുവശങ്ങളിലും 9.5 മീറ്റർ അളവ് കണക്കാക്കിയായിരുന്നു റോഡ് വികസനം ലക്ഷ്യമിട്ടത്. എന്നാൽ ജമാഅത്ത് വക വസ്തു വിട്ടുകൊടുക്കില്ലെന്നും ഭാരവാഹികളിൽ ഒരു വിഭാഗം കർശനമായ ഒരു നിലപാട് സ്വീകരിച്ചതോടെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് കെ മുരളീധരൻ സ്ഥലത്തെത്തി തന്നെ വിജയിപ്പിച്ചാൽ ജമാഅത്ത് വക വസ്തു റോഡ് വികസനത്തിൽ നിന്ന് ഒഴിവാക്കാമെന്ന് ഒരു ഉടമ്പടി കെ മുരളീധരൻ ജമാഅത്ത് പള്ളിക്ക് മുൻപാകെ വച്ചു, അവരുടെ ഭാരവാഹികൾക്ക് മുമ്പാകെ വച്ചു എന്നാണ് ലഭിക്കുന്ന സൂചന.